US ഇപ്പോൾ നീ ഓസ്ട്രേലിയക്ക് വേണ്ടി ഗോൾഡ് മെഡൽ കൊണ്ടുവരണം. ഇന്ത്യയെ തോൽപ്പിക്കുമോ നീ? ഫ്രം ലാസ്റ്റ് സാറ്റർഡേ ഞാൻ പ്രാക്ടീസ് തുടങ്ങി. നമസ്കാരം, എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് എല്ലാവർക്കും വളരെയധികം അഭിമാനവും അതോടൊപ്പം തന്നെ നല്ല ഇൻസ്പിറേഷനുള്ളൊരു കൊച്ചുമിടുക്കിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അലൈൻ ലിജോ. ഹലോ അലൈൻ, എല്ലാ മലയാളികളുടെയും പേരിൽ ഞാൻ ആദ്യം തന്നെ നിനക്ക് കൺഗ്രാജുലേറ്റ് ചെയ്യുവാണ്. നിനക്ക് ഏത് ഇനത്തിലാണ് ഓസ്ട്രേലിയയിൽ സിൽവർ മെഡൽ കിട്ടിയിരിക്കുന്നത്? എനിക്ക് ആർട്ടിസ്റ്റിക് റോളർ സ്കേറ്റിംഗിലാണ് കിട്ടിയത്, അന്ന് ഡാൻസിൽ. ഓസ്ട്രേലിയ മാത്രമുള്ളൊരു സ്പോർട്സ് ആണോ അതോ ഇന്റർനാഷണൽ സ്പോർട്ടാണിത് ഞാനിപ്പം കളിച്ചത്. ഇപ്പോൾ അവിടെ ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എന്തുമാത്രം പാർട്ടിസിപ്പൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ? ഓൾ ഓവർ ഓസ്ട്രേലിയന്ന് ഓരോ സ്റ്റേറ്റിനും ഒരു സെലക്റ്റഡ് ഫ്യൂ വന്നാണ്. ഓരോ ക്ലബിനും ഓരോ സ്റ്റേറ്റിന്. മറ്റേ ക്യൂൻസ്ലാൻഡ് സ്കേറ്റേഴ്സ് ഉണ്ടായിരുന്നു, വിക്ടോറിയൻ സ്കേറ്റേഴ്സ് ഉണ്ടായിരുന്നു. നിയർലി 258 പാർട്ടിസിപ്പൻസ് ഇപ്രാവശ്യത്തെ നാഷണൽസിലുണ്ടായിരുന്നല്ലേ ഓസ്ട്രേലിയ. ഓക്കെ, ഇത് എവിടെ വെച്ചാണ് നടത്തിയത്? സിഡ്നി ലിവർപൂളിലാണ് ഈ കോമ്പറ്റീഷൻ നടന്നത്. അല്ല, എൻ്റെ പേരൻസ് ആണ്. നമുക്ക് പേരൻസുമായിട്ടൊന്ന് പരിചയപ്പെടാം. കാരണം അവരുടെ ഫുൾ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. പിള്ളേർക്ക് എന്തുമാത്രം ആഗ്രഹം ഉണ്ടെങ്കിലും ഒക്കെ പേരൻസിനും അതോടൊപ്പം ഒരു താല്പര്യവും വേണം. അതിൻ്റെ പുറകെ നടക്കണം. ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ഉണ്ട്, പൈസ ഒരുപാട് മുടക്കുണ്ട്. അതിനെല്ലാം പേരൻസ് വളരെ സപ്പോർട്ടീവായിരുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പേരൻസിനെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ലിജോ എന്നാണ്. ആയൂർ, കൊല്ലം ജില്ലയിലാണ്. ഞാൻ IT വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് അനു എന്നാണ്. ഞാൻ പാലായാണ്. പാലായി ചെമ്മലമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവിടെ ഇപ്പോൾ ആയിട്ട് 10 വർഷമായി IT വർക്ക് ചെയ്യുന്നത്. സിസ്കോയിൽ വർക്ക് ചെയ്യുന്നു ഇപ്പം. അലൈൻ്റെ ഈ സ്കില്ല് അല്ലെങ്കിൽ ഇവൾക്ക് അതിൻ്റെ അകത്തൊരു പാഷന്, ഒരു ടാലൻറ്റ് ഏത് പ്രായത്തോടു കൂടിയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട്? പ്രപ്പിലായിരുന്നപ്പോഴാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. സ്കേറ്റിംഗ് ഷൂ ഉണ്ടായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷേ ഇവിടെ പ്രാക്ടീസ് ചെയ്യാനും സ്കേറ്റിങ്ങിൻ്റെ ഒരു ക്ലബിലൊക്കെ ജോയിൻ ചെയ്തത് ഇവിടെ വന്നതിന് ശേഷമാണ്. പിന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇവർക്ക് എപ്പോഴും ചെയ്യാൻ എളുപ്പം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക്. പിന്നെ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന ക്യാരം ടൗൺസിന് തൊട്ടടുത്തായിരുന്നു. ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും പറഞ്ഞിരുന്നത് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള സ്റ്റെപ്സും മൂവ്മെൻറ്റും ആണ് ഇവിടെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്തത്. അപ്പോൾ 1-2 ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കൊരു ടാലന്റ് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ തോന്നി. ആഴ്ചയിൽ എത്ര ദിവസമുണ്ട് ഇതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ? ആഴ്ചയിൽ മൺഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആണ് എല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ദിവസം. അറ്റ്ലീസ്റ്റ് 2 to 3 hours ആണ് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ ദിവസം. ഒരു ദിവസം 2 to 3 hours നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തുമാത്രം കോസ്റ്റ് വരുമെന്ന്? അതായത് 30 minutesന് അത് ഡിപ്പെൻഡ്സ് ഓൺ ട്രെയിനറുമാണ് അവരുടെ ലെവൽ ഓഫ് സർട്ടിഫിക്കേഷൻ. ഇവളുടെ 2 രീതിയിലാണ് ഇതിന്റെ എക്സ്പെൻസ് മെയിനായിട്ട് പ്രാക്ടീസിന് വരുന്നത്. ഒന്ന്, ക്ലബ് മെമ്പർഷിപ്പ് ഫീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ആയിട്ട് ഇൻഷുറൻസ്, നമ്മളിപ്പം ഇത് എന്തെങ്കിലും വീഴുക അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പറ്റുക, ആക്സിഡൻ്റൽ ഇൻഷുറൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ക്ലബ് മെമ്പർഷിപ്പ് പ്ലസ് നമ്മൾ എന്താണ് ട്രെയിനേഴ്സിനുള്ള ഫീസ്, അത് ഡെയിലി നമ്മൾ പേ ചെയ്യുക ചെയ്യുന്നത്. And depends on how long we are training. ഇപ്പോൾ half an hour ആണെങ്കിൽ 1 hour ആണെങ്കിൽ depends on the training we are paying. എത്ര ഡോളേഴ്സാണ് പെർ അവർ ആണോ? അത് ഡിപ്പെൻസ് ഓൺ ട്രെയിനറിൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഇത് എമൗണ്ട് ഡിപ്പെൻസ്. മീൻസ് ഫ്രം 20 to 30 40 വരെ പെർ അവർ. പിന്നെ ഹാഫ് ആൻ അവർ 30 minutes ട്രെയിനിങ്. 2 hours 3 hours ട്രെയിൻ ചെയ്യുവാണോ അത് പ്രാക്ടീസ് ചെയ്യുവാണോ ഈ ചെയ്യുന്നത്? ഫസ്റ്റ് ഹാഫ് ആൻ അവർ മേ ബി വിത്ത് ട്രെയിനർ ആണെങ്കിൽ റെസ്റ്റ് ഓഫ് ദ ടൈം സെൽഫ് പ്രാക്ടീസിങ് ആയിരിക്കും. ആണല്ലേ? അത് കഴിഞ്ഞല്ലേ ഇപ്പം 1 hour വരെ ട്രെയിനിങ് സെഷൻ ഉണ്ട്. സാറ്റർഡേ 1.5 hour ട്രെയിനിങ് സെഷൻ ഉണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. പക്ഷേ അത് 2 different കോച്ചസ് ആണ് പഠിപ്പിക്കുന്നത്. ഒന്ന് ഇന്റർനാഷണൽ ലെവലുള്ള കോച്ചും ഒന്ന് നാഷണൽസിലുള്ള കോച്ചിനും. അത് ഡിഫറെൻ്റ് ആണ് അവരുടെ ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ. അതിനുവേണ്ടി അത് ട്രെയിൻ ചെയ്യുന്നുണ്ട്. നാഷണൽ ലെവലിലേക്കും ഇന്റർനാഷണൽ ലെവലിലേക്കും ഉണ്ട്. ഇപ്പം പഠിപ്പിക്കുന്നുണ്ട് അവർ. ഇന്റർനാഷണലിന് വേണ്ടിയിട്ടുള്ളത് പ്രിപ്പയർ ചെയ്യിക്കുന്നുണ്ട്. ഇപ്പോൾ നിന്റെ ക്ലബിൽ നിന്നുള്ള വേറെ ആർക്കെങ്കിലും നാഷണൽ ലെവലിൽ വന്നിട്ടുണ്ടോ അതോ നീ മാത്രമേ ഈ വർഷം ഉണ്ടായിരുന്നുള്ളൂ? എൻ്റെ ക്ലബിന് സെവറൽ ആൾക്കാർ പോയി. മറ്റേ എൻ്റെ ലെവലിലുള്ള ഒരാൾ പോയി. എന്നിട്ട് ഓൾസോ മറ്റേ വേറെ ലെവൽസിന് ഒത്തിരി ആൾക്കാരും പോയി. ഇവളുടെ ഇപ്പം എനിക്ക് തോന്നുന്നു വിക്ടോറിയയിൽ തന്നെ ഇവൾ പ്രാക്ടീസ് ചെയ്തതിൽ ഏകദേശം 8 പേരുണ്ട്. ഇവർ നമ്മുടെ സെയിം സ്കേറ്റ് ക്ലബ്ബിൽ നിന്ന് 2 പേര്, ഇവരും ഇവളുടെ ഒരു ഫ്രണ്ടും ഉണ്ട്. പിന്നെ വേറെ സ്കേറ്റ് ക്ലബ്ബിൽ വിക്ടോറിയയും 4 സ്കേറ്റ് ക്ലബ്ബാണ് ഇപ്പോൾ ഉള്ളത് അറ്റ് ദ മോമെൻറ്റ്. എല്ലാവരും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള പിള്ളേരാണ് ഡിഫറെൻറ്റ് പ്ലേസസിൽ നിന്ന്. പിന്നെ ഡിഫറൻസ് അനുസരിച്ച് ഏജസിൻ്റെ ഡിഫറൻസ് അനുസരിച്ചാണ് കാറ്റഗറീസ്. നിങ്ങളുടെ ക്ലബിൻ്റെ പേര് എന്താണ്? സ്കേറ്റ് ഹൗസ്. എന്തുമാത്രം ഹാർഡായിട്ടുള്ളൊരു ട്രെയിനിങ് ആണ് ഇതിന് ചെയ്യുന്നത്? വെൽ, ഓൾറെഡി മറ്റേ റോളർ സ്കേറ്റിംഗ് ഹാർഡാണ്. മറ്റേ ബാലൻസും മറ്റെല്ലാം വരാം. പക്ഷെ അതിൻ്റെ കൂട്ടിൽ മറ്റേ ബാക്ക്വേർഡ് സ്കേറ്റിങ്ങും ജംപ്സും സ്പിൻസും എല്ലാം മറ്റേ റോളർ സ്കേറ്റിംഗ് ചെയ്യുക. 1 foot ട്രിക്സ് എല്ലാം ചെയ്യുക. അപ്പോഴത്തേക്ക് മറ്റേ വീഴാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ആ പേടി ചില ആൾക്കാർക്കുള്ള
ഉള്ളപ്പോൾ ആ പേടിയുടെ ആ ഹാർഡുമുണ്ട്, എന്നിട്ട് ഓൾസോ മറ്റേ ആക്ച്വൽ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടിയും ഉണ്ട്. അപ്പോൾ ഏത് പ്രായമുള്ള ആൾക്കാരാണ് സാധാരണ ഇതിൽ കളി തുടങ്ങുന്നത്? കാരണം ചെറുപ്പക്കാർക്ക് മാത്രമേ ഉള്ളൂ, വളരെ ചെറുപ്പത്തിൽ തൊട്ട് തുടങ്ങണോ അതോ കുറച്ചും കൂടെ പ്രായമുള്ളതിന് ശേഷമാണോ തുടങ്ങുന്നത്? ആർക്ക് വേണമെങ്കിലും ഇതിൽ ചെയ്യാൻ പറ്റും. ഞാൻ ഇലയിൽ നിന്ന് ഇൻസ്പയർഡ് ആയി ഫ്രം ലാസ്റ്റ് സാറ്റർഡേ ഞാൻ പ്രാക്ടീസ് തുടങ്ങി. ചില ആൾക്കാർ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ തുടങ്ങും, മറ്റേ 2 to 3 years ഓൾഡോ അറ്റ്ലീസ്റ്റ് 5 years ഓൾഡ് ആകുമ്പോൾ തുടങ്ങും. അല്ലെങ്കിൽ ചില ആൾക്കാർ മറ്റേ 10 years ഓൾഡോ അല്ലെങ്കിൽ സ്കേറ്റിംഗ് ഇസ് ഫോർ ഓൾ ഏജസ്, അപ്പത്തെ ഏതെങ്കിലും ഏജസ് എന്നുള്ള എല്ലാവരും. എനിക്ക് തോന്നുന്നു അവിടെ 3 years തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇവിടെ ക്ലബ്ബിൽ തന്നെ 3 yearsൻ്റെ ആൾക്കാരുണ്ട്. എനിക്ക് ലാസ്റ്റ് ഇയറിൽ 5 year എന്ന് പറഞ്ഞൊരു കൊച്ചിനെ അവർ യങ്ങസ്റ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് സ്പീഡ് സ്കേറ്റിങ്ങിന് ആ കൊച്ചു പോയിട്ട് അല്ലേ, സ്പീഡ് സ്കേറ്റിങ്ങിന് ആ കൊച്ചിന് സമ്മാനം കിട്ടിയിട്ട് വന്നു. പിന്നെ ഈ സ്കേറ്റ് ക്ലബ്ബിൽ നിന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ ആൾക്കാർ 3 പേര് ഓൾറെഡി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് സ്പീഡ് സ്കേറ്റിങ്ങിനും ഡാൻസിങ്ങിനും. യൂഷ്വലി കോമ്പറ്റീഷന് 8 years ഓൾഡിന് വരെ തുടങ്ങാം. എന്തുമാത്രം ഹാർഡാണ് നമുക്ക് സ്റ്റേറ്റ് ലെവലിലേക്ക് ചെന്നെത്താനായിട്ട്? സ്റ്റേറ്റ് ലെവലിൽ ചെല്ലാൻ ആദ്യം അറ്റ്ലീസ്റ്റ് മറ്റേ 3 to 5 കോമ്പറ്റീഷൻസ് റീജിയണൽസ് ചെയ്യണം. അത് ക്ലബ് ടു ക്ലബ്ബ്. അത് കഴിഞ്ഞിട്ട് അതിന് ഉള്ള ക്വാളിഫിക്കേഷൻ കിട്ടണം ആ റീജിയണൽസിന് മറ്റേ സ്റ്റേറ്റ് പ്രാക്ടീസിലോട്ട് പോകാൻ. പോയിന്റ് സിസ്റ്റം അനുസരിച്ചാണ് ഇവർ കൂടുതലും. പോയിന്റ്സ് ആണ്, മെഡലല്ല. അവർ കൂടുതലും നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 to 14 ജഡ്ജസ് ആണ് ഇവരെ ജഡ്ജ് ചെയ്യുന്ന ഒരു കോമ്പറ്റീഷന്. എന്നിട്ട് ആ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ 12 to 14 ജഡ്ജസിൻ്റെ കൂട്ടിൽ ഒരു എക്സ്ട്രാ 2 ജഡ്ജസ് വന്നിരിക്കും നാഷണൽസ് കോമ്പറ്റീഷൻ ജഡ്ജ് ചെയ്യണം. ആ ജഡ്ജസ് നമുക്ക് മറ്റേ നാഷണൽസ് ഏബിൾ ആണോ അല്ലയോ എന്ന് നോക്കിയിട്ട് നമുക്ക് സർട്ടിഫിക്കേഷൻ തരും. ആദ്യമുള്ള ഡെബ്യൂട്ട് എന്ന് പറഞ്ഞാണ്. പിന്നെ രണ്ടാമതുള്ളത് എലമെൻ്ററി ടെസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് രണ്ടിലും അവർ എലിജിബിൾ ആയെങ്കിൽ പിന്നെ മെഡൽ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് മെഡൽ കിട്ടിയെങ്കിൽ മാത്രമാണ് അവർ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷന് പോകാൻ പറ്റുള്ളൂ. അത് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ നാഷണൽസിന് പോകാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരേ ട്യൂൺ അല്ലെങ്കിൽ ഒരേ സോങ് ഇട്ട് തന്നെ എല്ലാവരും കളിക്കുന്നത്. അതെ. ആക്ച്വലി ഇത് വേൾഡ് സ്കേറ്റുകാർ സിലബസ് പബ്ലിഷ് ചെയ്യും. അത് ഓരോ കൺട്രീസിന് കൊടുക്കും. അപ്പോൾ ഓസ്ട്രേലിയൻ സ്കേറ്റിംഗുകാർ ഓരോ സ്റ്റേറ്റ് വൈസ് പബ്ലിഷ് ചെയ്യുമ്പം ആ സ്കേറ്റ് ബോർഡുകാരാണ് നമുക്ക് ആ സിലബസ് തരുന്നത്. അപ്പോൾ ആ ട്രെയിനേഴ്സ് അത് സെയിം തന്നെ കൊടുത്തിരിക്കുന്ന പാറ്റേൺ സോങ് എല്ലാം സെയിം ആണ്. പിന്നെ അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു അങ്ങനെയാണ്. കോമ്പറ്റീറ്റർ ഇല്ല ആക്ച്വലി. ഇത് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ്. അല്ലാതെ കോമ്പറ്റീറ്റേഴ്സ് അവനവൻ സ്വന്തമായിട്ട് ചെയ്ത് പെർഫെക്റ്റ് ആകുവാണെങ്കിൽ അവർക്ക് പ്രൈസ് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു. എക്സാക്ട്ലി ദ സെയിം സിലബസ് ഓഫ് വേൾഡ് സ്കേറ്റ്. ഓക്കെ. അപ്പോൾ അതിനകത്ത് എങ്ങനെയൊക്കെയാണ് മൂവ്മെന്റ് ഉള്ളത്, ഏതൊക്കെ ട്രെയിനുകളുണ്ട്, ജമ്പുകളുണ്ടെന്നൊക്കെ അവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകും റൂൾസിൽ. അത് ഹൗ ദേ ആർ പെർഫെക്റ്റ് ഓൺ ഇറ്റ്. ഓക്കെ. അതാണ് അവർ ജഡ്ജ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിന്റെ അടുത്ത പ്ലാൻ എന്താണ്? നാഷണൽസ് കഴിഞ്ഞിട്ട് ഓഷ്യാനാസ് ഇന്റർ കോണ്ടിനെൻഷ്യൽ മറ്റേ കോമ്പറ്റീഷൻ പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻസിലോട്ട് പോകാനാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്ത്യ വളരെ ഫേമസ് ആണ്. നമ്മുടെ പള്ളിയിൽ വികാരി അച്ഛൻ്റെ കസിൻ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അച്ഛൻ നമ്മളെ വിളിച്ചത്. പുള്ളിക്കാരന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട്. അതെ അങ്ങനെ. നമ്മുടെ നാട്ടിലിപ്പം സ്കേറ്റ് ബോർഡ് സ്കേറ്റിംഗ് മീറ്റ് നമ്മൾ കണ്ടിരിക്കുന്ന സിനിമ. പിന്നെ ബോർഡുമേ കണ്ടിട്ടുള്ളൂ. ഞങ്ങളും ബോർഡാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ഈ സ്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഇൻഡോർ മാത്രമാണ്. ഇതിന്റെ കോമ്പറ്റീഷൻ ഇൻഡോർ ആണ്, പ്രാക്ടീസ് ഇൻഡോർ ആണ്, എല്ലാം ഇൻഡോർ ആണ്. ഇതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ഷൂസ് ഉണ്ട്. ഇൻഡോറിൽ മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന ഷൂസ് ഉണ്ട്. അത് വെച്ച് നല്ല ഫ്ലോറും അതിനനുസരിച്ച് വേണം. പ്രാക്ടീസ് ചെയ്യാനുള്ള ശരിക്കും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതെ, കൂടുതലും ആ ഷൂവിന്റെ പെർഫെക്ഷൻ ആണ്. കാരണം സേഫ് ആയിട്ടുള്ള ഷൂ വേണം എന്നുള്ളതാണ് ഇതിന്. ആ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് വീൽസ് ഉണ്ട്. ഓരോ പ്രോഗ്രാമിനും സെപ്പറേറ്റ് വീൽസ് ആണ്. ഡാൻസിന് വേറെ കമ്പൽസറിക്ക്. അതായത് ആക്ച്വലി ഇത് 3 types ഓഫ് സ്കേറ്റിംഗ് ആണുള്ളത്. ഫിഗേഴ്സ്, ഫ്രീ സ്കേറ്റിംഗ്, ഡാൻസ്. ഞാൻ ഡാൻസിലാണ് ഇപ്പം ചെയ്യുന്നത്. ഫിഗേഴ്സും ഫ്രീ സ്കേറ്റിംഗ് ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് കോമ്പറ്റീഷൻ വരുമ്പോൾ 3 ഐറ്റം അല്ലേ? 3 ഐറ്റമാണ്, ഡിഫറെന്റ് ആണ്. അല്ലല്ല, ഫിഗേഴ്സ് എന്ന് പറയുന്നത് അവരിങ്ങനെ നമ്മുടെ നാട്ടിൽ എല്ലു വരയ്ക്കുന്ന പോലെ ഡ്രൈവിംഗ് ലൈസൻസിന് വരയ്ക്കുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റിന് ബൈക്കൊക്കെ 2 വീലർ 8 എടുക്കുമല്ലോ. നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. വേറെ കാര്യമുണ്ട്, നമുക്ക് പിള്ളേർക്ക് ചെറുപ്പത്തിൽ പല താല്പര്യങ്ങളുണ്ട്. അത് പലപ്പോഴും 2 കൊല്ലം 3 കൊല്ലം ചിലപ്പോൾ 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ
കണ്ടിന്യൂ ചെയ്യാറില്ല. പക്ഷെ അത് നിങ്ങൾ എനിക്ക് തോന്നുന്നു പേരൻസ് ആണ് ആ ഫോക്കസ് മാറ്റാതെ നിർത്തിയെന്നൊരു. പിന്നെ എനിക്ക് തോന്നുന്നു ഇവരുടെ ട്രെയിനേഴ്സിന്റെ കുറച്ചുകൂടെ അല്ലേ നമ്മളോടുള്ള ഡെഡിക്കേറ്റഡ് ആയിരുന്നു. അവർ പറഞ്ഞു ഇവള് നല്ല ടാലന്റഡ് ആണ്, നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക, നെക്സ്റ്റ് ലെവൽ കൊണ്ടു. അങ്ങനെ മീൻസ് ആദ്യം നോർമലായിട്ട് എല്ലാവരുടെയും ക്ലാസ്സിലായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു കോവിഡ് തുടങ്ങുന്ന സമയത്തായിരുന്നു ഇവള് ബ്രോൺസിൽ കയറി, ബ്രോൺസ് ക്ലാസ്സിലായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ട്രെയിനറെ വെച്ച് പഠിപ്പിക്കണം. ലാസ്റ്റ് ഇയർ ആണ് ആക്ച്വലി അവൾ കോമ്പറ്റീറ്റ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ. അത്രയും നാളും അവർ പ്രിപ്പയർ ചെയ്യിക്കുമായിരുന്നു കേട്ടോ. അപ്പം നമ്മളോട് പറഞ്ഞു അവളായില്ല, കുറച്ചുകൂടെ സമയം. ലാസ്റ്റ് ഇയർ പറഞ്ഞു കോമ്പറ്റീഷന് സമയമായി, കോമ്പറ്റീഷന് വിടുക എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ അറിയുന്നത് പഞ്ചാബീസിനെ മാത്രം അറിയും. അതെ അതെ, ഇന്ത്യൻസ് ആണ് പഞ്ചാബീസ് എന്ന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം മലയാളികൾ ഒരുപാടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഓസ്ട്രേലിയ മാത്രമല്ല, എല്ലാ കാനഡ ആയാലും കൊള്ളാം, UK ആയാലും കൊള്ളാം, ന്യൂസിലൻഡ് ആയാലും കൊള്ളാം. പക്ഷെ ഇവിടെ ഒന്നും നമ്മുടേതായ ഒരു വ്യക്തിമുദ്രയില്ല. അപ്പോൾ ഇങ്ങനെ എന്താ പറയുന്നത്, ഇതെന്നൊക്കെ പറയുന്ന ഒരു ഇൻഡിവിജ്വലായിട്ട് നാഷണലിൽ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ആളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ വേണം ചോദിക്കുന്നത് പേരൻസ് എവിടെ നിന്നാണ്, ഇന്ത്യയിൽ എവിടെ നിന്നാണ്, കേരളത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു എന്താ പറയുക ഒരു ഇൻസ്പിറേഷനാണ് മലയാളികൾക്കും. സാധാരണ മലയാളികൾ പുറകിലോട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. രണ്ടാമത്തെ ആള് സ്കേറ്റ് ചെയ്യുന്ന ആളാണ്. ആണോ? നിന്റെ ഹോബീസ് എന്തൊക്കെയാണ്? ജിംനാസ്റ്റിക്സ് ആൻഡ് സ്കേറ്റിംഗ്. രണ്ടും നീ ചെയ്യുന്നുണ്ടോ? നീ മിടിക്കുകയാളോള്. സ്കേറ്റിംഗ് തുടങ്ങിയിട്ട് ഇപ്പൊ 2 വർഷമായി. പക്ഷെ ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് വന്നായിരുന്നു പുള്ളിക്കാരത്തിക്ക്. പുള്ളിക്കാരി സ്പീഡ് സ്കേറ്റർ ആകുമെന്ന് എനിക്ക് തോന്നുന്നത്. ചേച്ചി പാട്ട് പാടും, പടം വരയ്ക്കും. ചേച്ചിക്ക് പടം വരയിൽ ക്യൂൻസ്ലാൻഡിന്റെ ഒരു അവാർഡൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ ഡിസ്റ്റൻസും ഒരു മെയിൻ ഫാക്ടറാണ് കേട്ടോ. ഇപ്പം 3 എണ്ണം ഉണ്ട്. ഇവിടെ താല്പര്യമുള്ള ആർക്കാണേലും ഇപ്പം ഇവിടെ മോഡിയാലക്കില് മെന്റൺ ആ റോഡ് സൈഡിൽ തന്നെയാണ് ഓൺ ദ വേ ഒരു ക്ലബ്ബുണ്ട്. പിന്നെ ക്യാരം ഡൗൺസ് അതാണ് ഫേമസ് ഇപ്പം. പിന്നെ ഇപ്പോൾ അവർ സൺബെറിയുടെ ആ സൈഡിൽ ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട്. ജീലോങ്ങിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു ഇവിടെ ക്യാരം ഡൗൺസിൽ പഠിക്കാനായിട്ട്. ഒരു ഇന്റർനാഷണൽ കളിക്കുന്ന ഒരു കൊച്ചുണ്ട്, പുള്ളിക്കാരി ആ സൈഡിലാണ് താമസിക്കുന്നത്. സ്കേറ്റ് ക്ലബിനകത്ത് അത്യാവശ്യം കോമ്പറ്റീഷൻ, മെഡൽ ടെസ്റ്റ് അവിടെ വെച്ചാണ് നടക്കുന്നത് എല്ലാ വർഷവും. ആർട്ടിസ്റ്റിക് സ്കേറ്റ് ബോർഡിങ്ങിലേക്ക് നീ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടോ? ആർട്ടിസ്റ്റിക് റോൾ സ്കേറ്റിംഗ് മറ്റേ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. മലയാളികൾക്ക് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുമോ നീ ചെയ്യുന്ന പോലെ? അത് എല്ലാവർക്കും ചെയ്യാം. മറ്റേ ചൈച്ചിയുടെ ചെയ്യാം. മറ്റേ ചൈച്ചിയുടെ എഫർട്ടും മറ്റേ പാഷനും വെച്ചാൽ ചെയ്യാൻ പറ്റും. 2 ക്ലാസ് അറ്റൻഡ് ചെയ്ത പിള്ളേർ പെട്ടെന്ന് പഠിക്കാൻ പറ്റും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളികൾക്ക് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റൂല. കഴിവ് നമുക്കുണ്ട്, പക്ഷേ നമ്മളങ്ങനെ കളിക്കാൻ പോകുന്നില്ലാത്ത കാരണമായിരിക്കും. പിന്നെ ഒരു കൊച്ചു തന്നെയല്ല എല്ലാ വീട്ടിലുള്ള 2 പേരിൽ 3 പേര് കാണും. അപ്പം എല്ലാവരും കൂടെ നോക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി എക്സ്പെൻസീവ് ആണ് സംഭവം. എനിക്ക് തോന്നുന്നു നമ്മൾ ഒത്തിരി പേരെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഒരു 3-4 ഫാമിലി ഇപ്പോൾ അവിടെ പഠിക്കാൻ വരുന്നുണ്ട്. മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ബേസ് ലെവലിൽ 5 to 7 ആണ് ക്ലാസ്. അപ്പം 2 മണിക്കൂർ പിള്ളേരെ അവിടെ വിട്ടിട്ട് അതിൻ്റെ അകത്തുനിന്ന് പിള്ളേർ സേഫ് ആണ്. പിന്നെ അത് ലെസ് എക്സ്പെൻസീവ് ആണ്. 12.5 അല്ലേ, $12.50 ഉള്ളൂ 2 മണിക്കൂറത്തേക്ക്. 28 നിനക്ക് US പോകാനായിട്ട് സാധിക്കട്ടെ. US ഇപ്പോൾ നീ ഓസ്ട്രേലിയക്ക് വേണ്ടി ഗോൾഡ് മെഡൽ കൊണ്ടുവരണം. ഇന്ത്യയെ തോൽപ്പിക്കുമോ നീ? നമ്മുടെ നമുക്ക് മനസ്സിലായില്ല. തമാശ പറഞ്ഞ കേട്ടോ. അപ്പം നാഷണൽ അവാർഡ് കിട്ടിയ വീഡിയോ അപ്പം എലൈന് തന്നെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ. നിന്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് പറഞ്ഞു? മൈ ലേണിംഗ് യൂട്യൂബ് ചാനൽ. അത് ഇവള് തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഏകദേശം തുടങ്ങിയപ്പോൾ തൊട്ടുള്ള വീഡിയോസ് വരെ ഇട്ടിട്ടുണ്ടല്ലേ? കുറേയൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അത് കണ്ട് എങ്ങനെയാണ് തുടങ്ങിയതെന്നും അതിൻ്റെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളും വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയതും അതിനകത്ത് കാണിക്കുന്നില്ല ഞാൻ. അപ്പോൾ ഉണ്ട്, അതെല്ലാവരും ഒന്ന് കാണണം. അതിൻ്റെ ലിങ്ക് അതൊക്കെയാലും ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇവിടെ കയറി സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് മലയാളികൾ മുന്നോട്ട് വരണം. വളരെയധികം ഓപ്പർച്യൂണിറ്റീസും ചാൻസും ഉണ്ട് ഇവിടെ. നമുക്ക് സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും കളിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ എല്ലാ മലയാളികളുടെയും പേരിൽ ഒരിക്കൽ കൂടി ഞാൻ നമ്മുടെ അലൈനെ കൺഗ്രാജുലേറ്റ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. വീഡിയോ തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടിയല്ല, ഇവളുടെ അച്ചീവ്മെൻറ്റ് നമ്മുടെ മലയാളികൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആകാൻ വേണ്ടിയും. അൺഅച്ചീവബിൾ ആയിട്ടുള്ളൊരു സംഭവമല്ല ഇവിടെ നാഷണൽ ലെവലിൽ പോകുക എന്ന് പറയുന്നത്.
പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ പാഷൻ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ടാലൻറ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങോട്ട് എത്താനായിട്ട് സാധിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും സന്ധിക്കും വരെയും വണക്കം. നന്ദി പറഞ്ഞു. താങ്ക് യു. താങ്ക് യു. നമുക്ക് അടുത്ത ഒളിമ്പിക്സ് കാണണം.